കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ കടൽ കാണാൻ പോയി. അവിടെ ചെന്ന് പൂപ്പി മോൾക്ക് വെള്ളത്തിലെല്ലാം ചാടണം. അന്നേരം വേറൊരു പഴയ ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ ഒരു കുഴിയെടുത്ത് വെള്ളത്തിലിരിക്കുകയാണ്. അല്ലെങ്കിൽ തിരമാല വരുമ്പോൾ നമ്മളെ വലിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ് അവളൊരു കുഴിയൊക്കെ മാന്തി 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 എടുത്ത് അതിനകത്തിരിക്കുകയാണ്. മാന്തുകയാണ് കുഴി. അപ്പം വേണ്ട വഴക്ക് പറയുന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും കുഴിയിലാകുമ്പോൾ തന്നെ കുഴപ്പമില്ലല്ലോ, വെള്ളം വന്ന് പോവുകയല്ലെന്ന് ഓർത്ത് കുഴിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നുണ്ട്, ഈ അപ്പം കാണും വഴക്ക് പറയുന്നൊക്കെ, എൻ്റെ നിഴലവിടെ കാണുന്നത്. എന്നിട്ട് കുഴിയിൽ ഞാൻ പറഞ്ഞു, അധികം കുഴി എടുക്കണ്ടേ, നീ അതിനകത്ത് ഇരുന്നോ, അന്നേരം തിരമാല വന്നാലും കുഴപ്പമൊന്നുമില്ല, കുഴിയിലല്ലേ ഇരിക്കുന്നു. പൊതുക്കോന്ന് പറഞ്ഞ ഒറ്റ ഇരിപ്പ് പോയെന്നത്. എന്നിട്ട് അവിടെ വന്ന് ഈ ടൂറിസ്റ്റുകാരൊക്കെ ഇരിക്കുന്ന പോലെ സ്റ്റൈല് കളിച്ച് തൊപ്പിയും കണ്ണാടിയൊക്കെ വെച്ചിരിക്കുകയാണ്. തിരമാല വന്നപ്പോൾ തന്നെ കുഴിക്കകത്ത് വെള്ളം വീണ്. ഞാൻ പറഞ്ഞിട്ട് അധികം കുഴി എടുക്കാൻ പറ്റത്തില്ല, ചെള്ള അതിനകത്ത് കളഞ്ഞ് പെട്ടെന്ന് ഇരിക്കുമ്പോൾ തന്നെ ചെള്ള മേലോട്ട് തെറിച്ച് കുഴി വൃത്തിയായിക്കോളും, ചെള്ള പൊക്കോളും എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ നിൽക്കുന്നവരൊക്കെ നോക്കുന്നുണ്ട്. പൂപ്പിമോളാണ് അതിനകത്ത് പിന്നെ വന്ന് വെള്ളം വീണ ചമ്മിപ്പോയി. സോമൻ ഊളയായെന്ന് പറയുകയല്ല, ശശിയായെന്നൊക്കെ, അതുപോലെ പൂപ്പിമോളായി പോയി. വീണ്ടും അവിടെ നിന്നുകൊണ്ട് കുഴി എടുത്തോണ്ടിരിക്കുകയാണ്. കുഴി തീരുന്നതിന് മുമ്പ് അടുത്ത വെള്ളം തിരമാല വന്ന് അവളെ കുഴി അങ്ങ് വലിച്ചോണ്ട് പോയി. അവൾക്ക് അരിശം വന്നു. അവൾ വീണ്ടും അവിടെ കുഴി എടുക്കുകയാണ്. പിന്നെ എടുത്തോണ്ടിരിക്കുകയാണ്. ഇനിയും കുഴി എടുക്കണ്ട, ഇരുന്നോളാൻ പറഞ്ഞു. തിരിഞ്ഞു നോക്കുന്നുണ്ട് തിരമാല വരുന്നുണ്ടോ. പിന്നെയും കുഴി എടുത്ത് അതിനകത്ത് ഇരിക്കുകയാണ്. ഇതിൽ ടൂറിസ്റ്റുകാരൊക്കെ വന്ന് സായിപ്പന്മാരൊക്കെ വന്ന് കിടക്കുന്നവരെ കിടക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാവേ. പൂപ്പി മോൾ, ടാറ്റാ.